സഹനവും ദീർഘദൃഷ്ടിയും ബിസിനസ്സിലെ വിജയം. നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം കാണുന്ന ബിസിനസ്സിൻ്റെ ലോകത്ത് വേഗത എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് പലരും കാണുന്നത്. കുറുക്ക് വഴിയിലൂടെ വേഗത്തിൽ വിജയം നേടാം എന്ന് പറയുന്നവരുടെ ലോകത്ത് ഒരാൾ ശാന്തമായി ദീർഘവീക്ഷണത്തോടെ ഓരോ പടിയും മെല്ലെ മെല്ലെ മുന്നോട്ട് വച്ച് വലിയ ധൈര്യവും ഉറച്ച വിശ്വാസവുമാണ് നേടിയെടുക്കേണ്ടത്. ബിസിനസ് ഈസ് ദ റിസൾട്ട് ഓഫ് പേഷ്യൻസ്, പെർസെവറൻസ് ആൻഡ് പ്ലാനിങ്. വിജയം എന്നത് ഒരിക്കലും പെട്ടെന്നുണ്ടാകുന്നതല്ല. ക്ഷമ, നിരന്തരമായ പരിശ്രമം, ശ്രദ്ധയോടെ മുന്നോട്ട് കാണിക്കുന്ന പദ്ധതികൾ തുടങ്ങിയവയുടെ ഫലമായി മാത്രമാണ് വിജയം കൈവരിക്കാനാകുന്നത്. ഇത് വെറും വാക്കുകളല്ല. ലോകം കണ്ട ഏറ്റവും വലിയ സംരംഭകർ ഇതാണ് അധ്യായമാക്കിയിരുന്നത്. ഒരു പുതിയ വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ ചിലപ്പോൾ തോൽവിയുണ്ടാകും. വളരെയധികം ബിസിനസ് മോഡലുകളും വളരെ നല്ലതായിരുന്നിട്ടും പലതും തുടക്കത്തിൽ തകർന്നു പോയിട്ടുണ്ട്. ശരിയല്ലേ? അതിൻ്റെ കാരണം അവർ കാത്തിരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. എല്ലാം തത്സമയം നേട്ടമാകണമെന്ന് ആഗ്രഹിച്ചവരാണ് ഇടയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയതെന്ന് കാണാൻ കഴിയുന്നു. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അഥവാ റോം എന്ന സാമ്രാജ്യം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല എന്ന പഴമൊഴിക്ക് ബിസിനസ്സിൽ വലിയ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആരംഭിച്ച സംരംഭം ഒറ്റ ദിവസത്തിൽ തന്നെ പൊടിപൊടിച്ച് ഫലങ്ങൾ നൽകുമെന്ന് കരുതരുത്. ഓരോ ദിവസവും കഠിനമായി ജോലി ചെയ്ത് കാത്തിരിക്കുക. ഫലങ്ങൾ വരുമെന്ന കാര്യം തീർച്ചയാണ്. സസ്റ്റെയിൻഡ് വിഷൻ, വിദൂരം സഞ്ചരിക്കുവാൻ നോക്കുന്ന ദീർഘവീക്ഷണം നമുക്കുണ്ടാവണം. വലിയ സംരംഭങ്ങളാക്കാൻ ഒരു വ്യക്തിക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണ്. ഇനി നാളെപ്പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടേതായ മാർക്കറ്റ്, നമ്മുടേതായ ബ്രാൻഡ്, റീച്ചൊക്കെ എങ്ങനെ കാണുമെന്ന് ഇന്ന് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ലോകപ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധനായ ജെഫ് ബെസോസ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇഫ് യു ഓൺലി ഡു തിങ്സ് വേർ യു നോ ദ ആൻസർ ഇൻ അഡ്വാൻസ്, യുവർ കമ്പനി ഗോസ് അവേ. പുതിയതിലേക്ക് കടക്കാൻ ദൈർഘ്യമായ കാഴ്ചപ്പാടും ദൈർഘ്യമായ കാത്തിരിപ്പുമാണ് വേറിട്ട വിജയത്തിൻ്റെയും സാധ്യതയുടെയും മുറ്റത്ത് നമുക്ക് ലഭിക്കുന്നത്. ബിസിനസ്സിൽ സഹനശീലത എന്നത് വലിയ ശക്തിയാണ്. നോക്കൂ, നിങ്ങൾ പേഷ്യൻസ് ഈസ് നോട്ട് ദ എബിലിറ്റി ടു വെയിറ്റ്, ബട്ട് ദ എബിലിറ്റി ടു കീപ്പ് എ ഗുഡ് ആറ്റിറ്റ്യൂഡ് വൈൽ വെയിറ്റിംഗ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് ഓരോ നിക്ഷേപത്തിൻ്റെയും ഫലം ഉടൻ ലഭിക്കില്ല. ചില സംരംഭങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ടാണ് അർത്ഥവത്താവുന്നത്. പക്ഷേ അതുവരെ തളരാതെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക, അതാണ് ശരിയായ സംരംഭകത്വം. വാറൻ ബഫറ്റ് തന്നെ പറഞ്ഞതുപോലെ, ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ട്രാൻസ്ഫറിങ് മണി ഫ്രം ദ ഇംപേഷ്യൻറ്റ് ടു ദ പേഷ്യൻറ്റ്. അതുപോലെ തന്നെ ബിസിനസ്സിലും ധൈര്യത്തോടെ കാത്തിരിക്കാനും തികഞ്ഞ ദീർഘദൃഷ്ടിയോടെ നീങ്ങാനും കഴിയുന്നവരാണ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ പ്രതിസന്ധികളിൽ നമ്മൾ ശാന്തമാകണം. ബിസിനസ്സിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, നിക്ഷേപം നഷ്ടപ്പെടും, പണം തിരിച്ചു കിട്ടില്ല, ജീവനക്കാർ കൂട്ടത്തോടെ രാജിവെച്ച് പോകും. പക്ഷേ അതൊന്നും സ്ഥിരമല്ല. ടഫ് ടൈംസ് നെവർ ലാസ്റ്റ്, ബട്ട് ടഫ് പീപ്പിൾ ഡു. പ്രശ്നങ്ങളെന്നത് സ്ഥിരമായിട്ടുള്ളതല്ല, പക്ഷേ ശക്തമായി മടി കൂടാതെ നിൽക്കുന്നവരാണ് വിജയിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, വെയിലുണ്ടെങ്കിലും മഴ വരും, രാത്രി ഉണ്ടെങ്കിൽ പകൽ വരും. അതുപോലെ തന്നെ കഷ്ടകാലം വരുമ്പോൾ ക്ഷമയോടെ നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത്. ശക്തനായിരിക്കുന്നവൻ അതിജീവിക്കും, കഷ്ടത മറികടക്കും. നിങ്ങളുടെ ശാന്തതയും നീണ്ട കാഴ്ചപ്പാടും ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ രക്ഷിക്കും. വിജയത്തിലേക്ക് കുതിച്ചേറിയവരുടെ കഥകൾ നമുക്ക് പാഠമാകണം. അലിബാബയുടെ സ്ഥാപകൻ ജാക്ക് മാ 30 തവണയും പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടു. എങ്കിലും തൻ്റെ സ്വപ്നത്തിൽ അവിശ്വസ്തനായില്ല, നിരാശനായില്ല. അദ്ദേഹം കാത്തിരിക്കുകയും പഠിക്കുകയും ശ്രമിക്കുകയും ചെയ്തു. അവരുടെ സഹനശീലതയും ദീർഘദൃഷ്ടിയുമായിരുന്നു വിജയത്തിൻ്റെ കുന്തമുന എന്നത് ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, നാം സംരംഭകരാണ്, അതായത് സ്വപ്നങ്ങൾ കാണുന്നവരും അതിനുവേണ്ടി പാത ഒരുക്കുന്നവരുമാണ്. പക്ഷേ അതിന് കാത്തിരിക്കാൻ നാം
തയ്യാറായിരിക്കണം. പെട്ടെന്ന് കിട്ടിയ വിജയത്തിൽ അതിശയിക്കേണ്ടതില്ല. വളരെ ശാന്തതയോടെ നീങ്ങി നല്ല രീതിയിൽ ഉയരാൻ നാം പഠിക്കണം. സക്സസ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ്സ് എ മാരത്തോൺ. ഇറ്റ് ടേക്സ് പേഷ്യൻസ് ടു ബിൽഡ് സംതിങ് ദാറ്റ് ലാസ്റ്റ്. വിജയം എന്നത് പെട്ടെന്നൊരു ദിവസം ഓടിപ്പോയി കൈവരിക്കാവുന്ന കാര്യമല്ല. അതെന്തെന്നാൽ ദീർഘകാലം സ്ഥിരമായി പരിശ്രമിച്ചാൽ മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ബിസിനസ്സിൽ ദീർഘദൃഷ്ടിയോടെയും സംയമനത്തോടെയും പ്രതീക്ഷയോടെയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം.